അപ്പൊ കുമ്പളങ്ങിനനുസരിച്ച് ഷെയ്നിക്കും മറ്റേ ബേബി മോളെ കാണിക്കാൻ വേണ്ടി മീൻ ചവിട്ടിയെടുക്കണ കണ്ട മനസ്സിലായ ആ ഒരു സീനില്ലേ? ആ സീൻ എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം. അവിടെ നിന്നപ്പോഴേക്കും പെട്ടെന്ന് കരിമീൻ പറഞ്ഞ പാനിക്കായി ചെള്ളലിപ്പുണ്ട്. ഇവൻ നേരെ കാല് വെച്ചാണ് എടുക്കുന്നത്. അപ്പൊ അത്ര പ്രിസൈസാണ് എടുക്കുന്നത് കുത്തി. അപ്പൊ അതിന്റെ അവന്റെ എക്സ്പീരിയൻസ് ആണ് അതിൽ കാണിക്കുന്നത്. മനസ്സിലായ കുമ്പളങ്ങിക്കാരന്റെ ആ ഒരു ട്രേറ്റ് ഉണ്ടല്ലോ, അതാണ് ആ സിനിമയിൽ കൂടി കാണിക്കട്ടെ. അപ്പൊ ആ സീനൊക്കെ കാണുമ്പോഴേക്ക് എനിക്ക് ശരിക്കും കണക്ട് ആവട്ടെ. കാരണം നമ്മളൊക്കെ കല്ലും തപ്പി ചെള്ളലൊക്കെ തപ്പി നടന്നു കഴിഞ്ഞാൽ അപ്പൊ ആ സെയിം കോപ്പടിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? അപ്പൊ മറ്റേ ഫാസിന്റെ സിനിമയിൽ പറയൂലേ, മറ്റേ കൊച്ചിന്ന് വൈപ്പിലേക്ക് ഏത് കടൽ കടന്നാലും അങ്ങനത്തെ ഒരു ഡയലോഗില്ല. അതേപോലെ ഉണ്ടാ കുമ്പളങ്ങിക്കാർക്ക് ഈ റോഡ്. അതായത് പെരുമ്പടപ്പിന്ന് കുമ്പളങ്ങിലേക്കുള്ള ഈ റോഡാണ് കുമ്പളങ്ങിക്കാരുടെ സ്വർഗ്ഗോട്ട്. അതായത് ഏത് സ്ഥലത്ത് പോയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ സ്ഥലത്തൂടെ അകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കുമ്പളങ്ങി വിട്ടുപോയ ആൾക്കാർക്ക് മാത്രം അറിയാൻ പാടില്ല. അത് ഇവിടെ നിന്നാണ് പോകുമ്പോഴേക്കില്ലേ കുമ്പളങ്ങി തണുത്താണ് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ആ പോസിറ്റിവിറ്റിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങുന്നത് കുമ്പളങ്ങിയിലേക്ക് കണ്ട. കുമ്പളങ്ങിയിലാകെ ഒറ്റ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അത് ഔട്ട് പോസ്റ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. അപ്പൊ OG കുമ്പളങ്ങിക്കാരൊക്കെ ആണെങ്കിലോ ഒരു ഹൈവേ പോലീസ് ഉണ്ട്. OG കുമ്പളങ്ങിക്കാരാണെങ്കിൽ എപ്പോഴും തലത്തിൽ ചിങ്ങാട് നോക്കണ്ട. അവിടെ അവനാണ് തലത്തിൽ ചിങ്ങാട് നോക്കണ്ട. കാരണം ജീപ്പ് ഉണ്ടെങ്കിൽ അങ്ങാട് പോകുമ്പോൾ പേടിക്കണം, മനസ്സിലായി? അതായത് ജീപ്പ് ഇല്ലെങ്കിൽ ഇങ്ങാട് പോകുമ്പോൾ പേടിക്കണം. അങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ് കുമ്പളങ്ങിക്കാരൊക്കെ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ് വെച്ചു. കുമ്പളങ്ങിൽ ആകെയുള്ള പെട്രോൾ പമ്പാണ് റൈറ്റ് സൈഡിൽ, ചെറിയ പമ്പ. അങ്ങനത്തെ ഇപ്പോഴത്തെ ബീവറേജ്, പണ്ടൊരു ബീവറേജ് ഉണ്ടായിരുന്നു, അതെല്ലാവരും കൂടി കൂട്ടിച്ച് ഇപ്പൊ ഈ ഇടക്ക് ഇപ്പൊ ഒരു വർഷത്തിന്റെ ഇടയിൽ തുടങ്ങിയ ബീവറേജ് ഉണ്ടാവും. ഒടുക്കത്തെ തിരക്കുണ്ട് ഇപ്പോഴത്തെ പോലെ നല്ല ഒടുക്കത്തെ തിരക്ക്. അപ്പൊ പണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് മദ്യമാണെങ്കിൽ പോകണം, പള്ളുടുത്തി വരെ പോകണം, നടക്കി വരെ പോകണമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇഷ്ടംപോലെ ബ്ലാക്ക് സീൻ നടക്കുന്നുണ്ടാവും. കുമ്പളങ്ങി നിറയെ ആൾക്കാരൊക്കെ അവിടെ വീടൊക്കെ ബീവറേജ് ആക്കി വെച്ചു. അതായത് ഇഷ്ടംപോലെ അരക്കച്ചവടത്തിന്റെ സമയങ്ങളായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴേക്കും ബീവറേജ് പലരുടെയും വീടായപ്പോഴേക്കും നേരെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന ഒരു ബീവറേജ് ഇട്ടിട്ട് ഇപ്പൊ അങ്ങനെ അരക്കച്ചവടങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഒരു ഗോവ മൂടാണ്ട്. ഇപ്പൊ ബീറൊക്കെ വാങ്ങി അടിച്ചിറങ്ങിയാലൊക്കെ തീരുന്നത് വെറുതെ പറഞ്ഞിട്ട്. എന്തൊക്കെയാണ് പരിപാടി? ഒരു ഹാപ്പി മോർണിംഗ് നമുക്ക് കുമ്പളങ്ങിയുണ്ട്, അതേ കണ്ടു. അപ്പൊ കുമ്പളങ്ങിയൊക്കെ ഉണർന്ന് തുടങ്ങിയിട്ട് അതേ രാവിലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാൻ പറ്റൂതേ. അപ്പൊ ഇവർ തപ്പിയെടുക്കുന്നത് കരിമീനും ചെമ്മീനും ഉണ്ട്. അപ്പൊ കരിമീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കരിമീൻ ഒരു സാധു ജീവിയുണ്ട്. അതായത് ഒരു പാവം ഇപ്പം മൃഗങ്ങളിലെ മുയലെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാവം മൃഗങ്ങളില്ല, അതേപോലെ പാവം മത്സ്യമുണ്ട് കരിമീൻ. അതായത് പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരും. അപ്പോൾ ഇവർ പാനിക് അറ്റാക്ക് വന്ന സമയം മൊത്തം ഉണ്ടല്ലോ ഈ ചെള്ളയിൽ പൂളും. അതായത് നമുക്ക് കാണാൻ പറ്റും, നടന്നു പോകുമ്പോഴേക്കും ആ ചെള്ള കലങ്ങും. ഇത്ര കണ്ട മുട്ടിൻ്റെ അത്ര ആഴമുള്ളൂ. കണ്ടോക്കുക ചേച്ചിയുടെയൊക്കെ മുട്ടിൻ്റെ അത്ര ആഴമുള്ളൂ. അപ്പോൾ ചേച്ചി ഉപയോഗിക്കുന്ന വട്ടവല കണ്ട, ആ വട്ടവലയാണ് ഈ കരിമീൻ ചെള്ളയിൽ പുഴുമ്പോഴേക്കും നേരെ പൊക്കത്തേക്ക് എടുത്ത് വെക്കാനുണ്ട. അപ്പോഴേക്കും പിന്നെ നമുക്ക് കരിമീൻ ഒരു സ്ഥലം പോകാൻ പറ്റില്ല, വട്ടവല തന്നെ ആയിപ്പോയി. പിന്നെ ചെള്ള തപ്പിക്കാൻ സാധനം കിട്ടും. അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ രാവിലത്തെ ചായ കൂടെയൊക്കെ അതിനുണ്ട്. അതേ അത്രയുള്ള ഈ വീഡിയോ, വേറെ വീഡിയോ കാണാൻ പറ്റൂ.